ടേസ്റ്റ് ആൻഡ് ട്രാവലിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ബൈസൈക്കിൾ ട്രാവൽ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്നലത്തെ ക്ഷീണം കാരണം കിടന്നപ്പോൾ താമസിക്കുകയും ചെയ്തു. പിന്നാണേൽ രാവിലെ എഴുന്നേക്കാനും താമസിച്ചു. ഇപ്പോൾ ഒരു 6:45-7 മണിയായിട്ടുണ്ട്, അത്ര ആയിട്ടുള്ളൂ. പിന്നെ ഞായറാഴ്ചയാണ് ഇന്ന്, അതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് വണ്ടിയൊന്നും പോകുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങൾ വീടിനടുത്തുള്ള വൃന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിന്ന് പോകാൻ പോകുന്നത്, എന്തായാലും ഇന്നലെ അത് കാണിച്ചില്ലേ, അല്ലു അർജുനെ തെലുങ്കിൽ നിന്ന് വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. തെലുങ്കുകാർക്ക് അല്ലു അർജുൻ, തമിഴ്നാട്ടുകാർക്ക് രജനീകാന്ത്. ഇപ്പോൾ നമ്മൾ മലയാളികൾക്കാരാ ഒരാളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹം വന്ന് ഷൂട്ട് ചെയ്ത ലൊക്കേഷനും അത് സംഭവം മറ്റൊന്നുമല്ല, ഞാൻ പണ്ട് കൊച്ചിലെ ചെറുതായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുണ്ട്. ചെറിയ പാട്ട് സീനിലേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ടേക്ക് പോകാം. ഇതാ അവിടെ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്ത നാഗപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ടുള്ളൊരു വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ കൂടെ വന്ന ആരാ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോകുന്ന വഴി പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിള് എൻ്റെ ഇവിടെ സെറ്റ് ഇട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയിട്ട് വരാം. ഈ സ്ഥലമാണ് മടത്തഞ്ചാൽ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്. പിന്നെ ഈ മടത്തഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് 1-2 കോവിഡ് കേസസ് ഉണ്ടായിരുന്നു കേട്ടോ, കോവിഡ് പോസിറ്റീവ് കേസസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറിയെന്നാണ് അറിഞ്ഞത്, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാം ഞങ്ങളുടെ വീടിനടുത്തുള്ളവരുണ്ടല്ലോ പറഞ്ഞാൽ ഭയങ്കര അനുസരണയാണ്. വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കണ്ടില്ലേ, ഞാൻ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങും. നല്ല അനുസരണ ആയതുകൊണ്ട് പെട്ടെന്ന് പടരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പടർന്നില്ല. ഇവിടെ 1-2 പേർക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോസിറ്റീവ് കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. രാവിലെ എന്ത് രസം അറിയാം, ചെറിയ കിളിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, എനിക്ക് കേൾക്കാം. രാവിലെ തന്നെ എന്ത് ഫ്രഷ് ഫീലിംഗ് ആണെന്നറിയോ, ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നത്. ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശീലമാവും. പിന്നെ എനിക്ക് പിന്നെ പ്രാന്തായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചാലാപ്പള്ളി പെരുമ്പട്ടി റോഡിലോട്ട് കയറി. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ, സ്ട്രെയിറ്റ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങോട്ട് വരുന്നേരം വലിയ വിഷയമില്ല. അവിടെ അല്ലേ കണ്ടോ, സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് തന്നെ വല്ലപ്പോഴൊക്കെ ഒരു വണ്ടി പോയാലേ ഉള്ളൂ ഇതുവഴി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, സൈക്കിൾ ചവിട്ടുന്നവർക്കും അല്ല നടക്കാൻ ഇറങ്ങുന്നവർക്കും ഒക്കെ. അങ്ങനെ നമ്മൾ പെരുമ്പട്ടി എന്ന് പറയുന്ന ഏകദേശം അടുക്കാറായി. ഓക്കെ, പെരുമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഞങ്ങളുടെയൊക്കെ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ 5-6 പേരൊക്കെ ഉണ്ട്, എന്നൊരാളെന്ന് പറയാനില്ല. ഇത് പെരുമ്പട്ടി അമ്പലമാണ് കേട്ടോ, അമ്പലത്തിൻ്റെ ആർച്ചാണ്. അമ്പലം ഇവിടെ നിന്ന് കുറച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എല്ലാമായ പോലീസ് സ്റ്റേഷൻ. 10 പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്നൊരു 3 കിലോമീറ്ററോടുണ്ട് നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചാൽ പോരെ, വേറെ കാര്യമായിട്ടുള്ള വിശേഷമൊന്നും ഇല്ല. അങ്ങനെ കാര്യം നമ്മൾ സൈക്കിൾ ചവിട്ടി അവിടെ എത്തിയിരിക്കുകയാണ്, ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് പോയാൽ നേരെ നമുക്ക് ഇവിടെ പോകാം, നമ്മുടെ നാഗപ്പാറ എന്ന സ്ഥലത്ത് പോകാം. ഇങ്ങോട്ട് പോയാൽ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാം. അപ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് തന്നെ പോകല്ലേ, ഇങ്ങോട്ട് പോയി ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ക്യാമറ വാങ്ങി. ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഷൂട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ മേക്കപ്പൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. എനിക്കൊക്കെ മേക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ മേക്കപ്പൊക്കെ ഇവിടെ ആയിരുന്നു റൂം സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഈ പോകുന്ന വഴി ആണ്ട് എവിടെയോ ആയിട്ടാണ് മറ്റേ വീട് വരുന്നത്. എൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷനും. അപ്പോൾ അവിടെ എവിടെയോ ആണ്, നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ഓക്കെ, അങ്ങനെ കാര്യം നമ്മൾ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് പറയാത്തൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിലെ നായകൻ ആരാണ്? നായകൻ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സന്തോഷ് പണ്ഡിറ്റായിരുന്നു ഈ പടത്തിലെ നായകൻ.
അപ്പം ആ പടം തിയേറ്ററിലൊക്കെ വന്നിരുന്നു കേട്ടോ. ഞാനൊക്കെ പോയി കണ്ടായിരുന്നു. എന്നെയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. അതിൻ്റെ പാട്ട് സീനിൽ കാണാം. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിന് ശേഷം കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീട്ടിലായിരുന്നു ഷൂട്ടിങ്. ഈ ഒരു വീട് നമ്മുടെ നാഗപ്പാറയ്ക്ക് പോകുന്ന വഴി ചുങ്കപ്പാറയ്ക്കും നാഗപ്പാറയ്ക്കും തിരിയുന്നൊരു വഴിയുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടായിട്ട് വരാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു വീടിൻ്റെ എൻ്റെ ഇവിടെ ആയിട്ടൊരു ഗാർഡന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു ഷൂട്ടിങ്. അങ്ങോട്ട് കയറി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെറുതെ അകത്ത് കയറി ഷൂട്ട് ചെയ്യുന്നത് മോശമല്ലേ. പിന്നെന്താണ്, നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറി ഷൂട്ട് ചെയ്യുന്നത് അത് കോവിഡിൻ്റെ സീനൊക്കെയാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു പരിചയമില്ലാത്ത ഒരാൾ വെളുപ്പിനെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു ഇതല്ലേ, നമ്മൾ വെറുതെ അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകണ്ട. അപ്പോൾ ഇതിന് പുറകിലൊരു മാൻമെയ്ഡ് ഇതുണ്ട് കേട്ടോ, ഒരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതും ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സീക്വൻസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. ഏതായാലും കൊള്ളാം. ഞാൻ ഒരുപാട് വർഷമായി കേട്ടോ ഇതുവഴി വന്നിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വരുന്നത്. ഏകദേശം ഒരു 7 കൊല്ലം കണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ ഒരു പെയിൻ്റ് ഒന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് വീട് കണ്ടുപിടിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ ഈ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിൽ നല്ലൊരു ഓർമ്മയായിരുന്നു കേട്ടോ. പിന്നെയുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷ് പണ്ഡിറ്റിൻ്റെ വീട് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് പുള്ളി എന്തിന് പത്തനംതിട്ടയിൽ വന്ന് സിനിമ ഷൂട്ട് ചെയ്തു എന്നുള്ളതിന് കാരണമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഞാൻ അഭിനയിക്കേണ്ടതായിട്ടുള്ളൊരു അതിനുള്ളൊരു റീസണുണ്ട്. അതെന്താണെന്ന് നമുക്കൊരു ദിവസം കോഴിക്കോടിന് പോകാം കേട്ടോ. കോഴിക്കോട് പോയിട്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം ആ ഒരു കാരണം എന്താണ്, പത്തനംതിട്ടയുമായിട്ടുള്ള സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആത്മബന്ധം എന്താണെന്ന് നമുക്ക് ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം കോഴിക്കോട് പോകണം കേട്ടോ. കോഴിക്കോട് പോയി അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്കിനി ഈ വീട് കണ്ടില്ലേ, ഈ വീടും ഈ ഒരു ഗാർഡനും അതിൻ്റെ സീക്വൻസ് തന്നെ കൊടുത്തേക്കാം കേട്ടോ തീർച്ചയായിട്ടും. പിന്നെ അതിൻ്റെ പുറകിലത്തെ ഒരു വാട്ടർഫോൾസിൻ്റെ അവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതേതായാലും കൊള്ളാം. അപ്പോൾ നമുക്കിനി നാഗപ്പാറയ്ക്ക് പോകാം. നാഗപ്പാറയിൽ ഇപ്പം രാവിലെ ഒരു 7:30-7:45 സമയം. അപ്പോൾ ഇപ്പോഴാണെങ്കിലും അത്യാവശ്യം സൂര്യോദയം ഒന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അത്യാവശ്യം കോടയൊക്കെ അടിച്ച് കാണും. ഓക്കെ, ആരും കാണത്തില്ല ഈ സമയത്തൊന്നും. നമുക്കിപ്പം അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ നാഗപ്പാറയ്ക്ക് പോകാം. ഓക്കെ, നാഗപ്പാറ ചെന്നിട്ട് എന്താ നാഗപ്പാറ ചെല്ലാം. ഇതാണ് ആ സ്ഥലം. നമ്മൾ പിന്നെ മുമ്പേ വന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പോയാൽ നാഗപ്പാറയാണ്. പക്ഷെ നാഗപ്പാറ നമുക്ക് സൈക്കിൾ ചവിട്ടി കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് തന്നെ കയറ്റണം, അതുപോലെ കയറ്റമാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം കേട്ടോ. റോഡ് കടന്നു, റോഡ് കടന്നു എന്നാണ് കേട്ടോ. ഇനി ഈ കയറ്റം ഫുള്ള് ചവിട്ടി കയറണം. അപ്പോൾ പോകാം കേട്ടോ. നിർമ്മലപുരം, വേസ്റ്റ് അത് പറയാൻ മറന്നു കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര് നാഗപ്പാറ എന്നത് ആ ഒരു ഏറ്റവും ടോപ്പിലുള്ള സ്ഥലത്തിന് മാത്രമുള്ള അങ്ങനത്തെ പേര് കേട്ടോ. ഈ പോകുന്ന വഴി സ്ഥലം നിർമ്മലപുരമാണ് കേട്ടോ. ചിലപ്പോൾ നാഗപ്പാറ എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിയാൽ കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, താരേഷിൻ്റെ സിനിമ ഷൂട്ടിംഗ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരെല്ലാം പറഞ്ഞു തരും കേട്ടോ. കുറച്ച് നാൾ കഴിയട്ടെ. ഞാൻ കുറേ നേരത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം നല്ലൊരു കയറ്റം സൈക്കിൾ ഉന്തി കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും കൊള്ളാം. ഇവിടെ ഒന്നും പിന്നെ അങ്ങനെ തിരക്കൊന്നും വരുന്നില്ല കേട്ടോ. നാഗപ്പാറ പോകുന്ന റൂട്ടൊന്നും പിന്നെ വണ്ടിയുടെ തിരക്കുകളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ കാണാൻ വരും, അതിൻ്റെ തിരക്കുകളൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി മേലോട്ട് പോകണം. അങ്ങനെ നമ്മൾ നാഗപ്പാറയ്ക്കുള്ള കയറ്റം സൈക്കിളിൽ ഉന്തി ചവിട്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴെ ഇവിടെ ഒരു അരുവി പോകുന്ന സൗണ്ട് കേൾക്കാം. കേൾക്കുന്നുണ്ടോ അറിയത്തില്ല, പക്ഷെ എനിക്ക് കേൾക്കാം കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഒരു സീനുണ്ട്. എൻ്റെ പൊന്നോ, ഫുള്ള് കോട അടിച്ചിട്ട് കേട്ടോ. അവിടെയാണ് സൂര്യൻ ഉദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഒരു വലിയ മലയാണ് കേട്ടോ. ആ വലിയ മല, അതിൻ്റെ മണ്ടിലോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് വേണം, അവർക്കേ വഴി അറിയത്തുള്ളൂ.
ഇത് ഈ വലിയ മരം കണ്ടോ? ഈ വലിയ മരത്തിന് ആണ്ട് പുറകിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത് മേഘമല്ല കേട്ടോ, അത് മേഘമാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡ് ഇത് മേഘമാണ്. അതുകൊണ്ട് അവിടെയാ കാണുന്നതുണ്ടോ വേണ്ടത്, അത് മലയാണ്. കൊള്ളാമല്ലേ? അമ്പോ അതല്ല അടിപൊളി. ഇതൊക്കെ രാവിലെ വന്ന് കണ്ടാലേ ഇത്രയും ഭംഗി തോന്നിക്കത്തുള്ളൂ. അത് നേരിട്ട് വന്ന് കണ്ടാലേ ആ ഒരു ഭംഗി മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ഇറക്കം ഒരു നിരപ്പും കിട്ടി. പിന്നെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകും. ഇവിടെ നിന്നാണ് കേട്ടോ ആ വെള്ളം പോകുന്നത്. താഴെ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാമെന്ന്, ഒരു അരുവിയുടെ. അതെൻ്റെ ഇവിടെ നിന്ന് പോകുന്ന വെള്ളമാണ് കേട്ടോ. അതിനി ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് വരുന്നത്. ഇത് ഓഫ് റോഡാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ. ഇവിടെ ചെറിയ വെള്ളമേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞാണ് മഴ പെയ്തപ്പോൾ നല്ല വെള്ളം ഉണ്ടായത് കേട്ടോ. ആ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അന്ന് നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ താഴോട്ടൊഴുകി നമ്മൾ ആ മുമ്പേ കേട്ടില്ലേ, സൗണ്ട് കേട്ടില്ലേ, അവിടെ എത്തും. നമുക്കിനി പോകാനുള്ള റോഡിൽ കൂടെ തന്നെ നേരെ ഇനിയിപ്പോൾ ഒരു 1/2 കിലോമീറ്റർ കൂടെ ഉള്ളൂ എത്തി. നമ്മൾ സ്ഥലം എത്തി. പക്ഷേ ഇനി കയറ്റമാണ്. ഇനി നല്ല ചിമിട്ടൻ്റെ ഒരു കയറ്റമുണ്ട്. അതിനി എങ്ങനെ എന്ത് കയറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൂടെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തെത്തി. വേറെ വിഷയമൊന്നുമില്ല. അത് ഈ കയറ്റമാണെന്ന് തോന്നുന്നു. അതെ 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 ഇത് തന്നെ. മെത്തി സ്ഥലമെത്തി. കണ്ടോ, ചെറിയ കയറ്റമാണ്, മണ്ട കാണാൻ പോലും ഇല്ല. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ചവിട്ടാൻ വയ്യ കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കി എന്താ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് സൈക്കിളിൽ ഈ കയറ്റമൊക്കെ ഉന്തി കയറ്റി പോകുന്നതെന്ന്. അത് ഒറ്റ റീസണുള്ളൂ, അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. കയറ്റത്തിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. ഞാൻ ഏതായാലും കയറ്റം ഉന്തി കയറ്റട്ടെ, എന്നിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. അങ്ങനെ ഫൈനലി വി ആർ റീച്ച്ഡ്. എൻ്റെ ഈ കാണുന്ന അവിടെയായിട്ടാണ് പാറ കേട്ടോ. തെങ്ങ് നിൽക്കുന്നുണ്ടോ, അവിടെയായിട്ടാണ് പാറ. നമുക്ക് ഇതുവഴി കയറി വേണം അകത്തോട്ട് പോകാൻ. ഇനി പാറയുടെ അവിടെ പോയിട്ട് പറയാം കേട്ടോ. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന. അവിടെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് വെള്ളമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരും കാണത്തില്ല ഈ സമയത്ത്. പ്രശ്നം ഈ സമയത്തൊന്നും ഇവിടെ ആർക്കും വരാൻ താല്പര്യമില്ല. എൻ്റെ കൂട്ടുകാരെ പോലും വിളിച്ചിട്ട് അമ്മമാർ പോലും വന്നില്ല. നോക്കട്ടെ എങ്ങനെയുണ്ട്. കണ്ടോ, ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സൈക്കിൾ ഉന്തി ചവിട്ടി ഇത്രയും ദൂരം വന്നത്. മനസ്സിലായ? ഈ കാഴ്ച നമുക്ക് വേറെ എവിടുന്ന് കിട്ടും? പിന്നെ ഇത്രയൊന്നും ചെയ്യാതെ ഈ കാഴ്ച വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സുഖമില്ലല്ലോ. ദാറ്റ്സ് വൈ. ഇനി ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, 2019 സെപ്റ്റംബർ 1 ഞാനിവിടെ വന്നിട്ടാണൊരു ടൈം ലാപ്സ് പോലെ ഒരു വീഡിയോ ചെയ്തിട്ട് ചുമ്മാ 30 സെക്കൻഡ് സ്റ്റാറ്റസ് പോലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചാനലിൽ. അതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു. സ്ഥലം വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, അതുപോലെ തന്നെയുണ്ട്. അടിപൊളി. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. രാവിലെ ഇത്രയും സൈക്കിളൊക്കെ ചവിട്ടി വരുമ്പോഴത്തേക്കിന് അത് കൂടുതലാവും. അടിപൊളി. എൻ്റെ വീട് ആ ഒരു സൈഡ് എവിടെയാണ്, ആ ഒരു സൈഡിലായിട്ട് എവിടെയാണ്. ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇങ്ങനെ കയറി കറങ്ങി ഇതുവഴി ഇങ്ങനെ കയറി വന്നു. ഒരു 8-10 കിലോമീറ്റർ അടുത്തുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. 8-10 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇനി ഞാൻ ഇവിടുന്ന് എങ്ങനെ തംബ്നെയിലുള്ള ഫോട്ടോ ഞാൻ എങ്ങനെ എടുക്കുമെന്ന് ആലോചിക്കുക. കൂട്ടുകാരന്മാരും വന്നിട്ടില്ല. വെരി സാഡ് സീൻ. എൻ്റെലാണെങ്കിൽ വേറെ ടൈമർ വെക്കാൻ പറ്റുന്നൊന്നുമില്ല. ടൈമർ വെച്ചിട്ടെടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കാം. ഈ കാണുന്ന തംബ്നെയിൽ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എടുത്തായിരിക്കും കേട്ടോ വീഡിയോയുടെ. വേറെ എന്താ, ഇവിടെ ആരുമില്ല ഇപ്പം. അതായത് ഞാൻ കാണിച്ചിട്ടാം. ഇതിൻ്റെ ഈ പാറയുടെ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ പാറയുടെ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കാഴ്ചകളുണ്ട്. എന്തോ ഭീമൻ ഉരുട്ടി വെച്ച പാറയും പിന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും സാധനമൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ട് കയറിയ കാടിനകത്ത് കയറാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സീനാണ് ഇവിടെ. കാടിനകത്തൊന്നും കയറരുത് കേട്ടോ. ഇതിലൊക്കെ നോക്കിയാൽ കാണാം ഗൈസ്, വെയിലൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ വെയിലായി. ഇവിടെ വെയിലാവുന്നതിന് മുമ്പ് വീട്ടിൽ പോകണം കേട്ടോ. വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരഞ്ഞു പോകും രാവിലത്തെ വെയിലിന്. ഉച്ച കഴിഞ്ഞാണെങ്കിൽ മഴയുമാണ് ഈ സീസണിൽ. എന്ത് അവസ്ഥയാണെന്ന് നോക്കണേ. എന്തായാലും അടിപൊളി കേട്ടോ. നമ്മൾ പറഞ്ഞ സൈക്കിൾ കണ്ടുപിടിപ്പുണ്ട്. സൈക്കിൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നാഗപ്പാറയിലെ എൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്ത് ഇവിടെയാണ്. പിന്നെ 1 വർഷം തികഞ്ഞപ്പോൾ ചെയ്ത വീഡിയോ അതും ഇവിടെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ വേറെ വീഡിയോസ് കുറേ ചെയ്ത സ്ഥലം നമ്മുടെ ചെറുകോൽപ്പുഴ പാലം രണ്ട് തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് വീഡിയോയും പിന്നെ ആ ഒരു ഡ്രോണിൻ്റെ വീഡിയോയും ഒക്കെ ഞാൻ ആ പാലത്തിൽ വെച്ചിട്ടാണ് ചെയ്തത്. വേറെ ഇവിടെ ഇനി വെയിലാകുന്നുണ്ട്. പിന്നെ വീട്ടിലോട്ട് പോകണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും സിനിമ താരങ്ങൾ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വീടൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അവരുടെ ആരെങ്കിലും വീട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വേറെ ഷൂട്ടിംഗ് ലൊക്കേഷൻസും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ തപ്പി കണ്ടുപിടിച്ച് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. വേറെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ പറഞ്ഞു തരിക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നമ്മുടെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്, അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത പരിഷത്തായ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്ന ആ ഒരു കൺവെൻഷൻ നഗറും ആ ഒരു പമ്പയാറും പിന്നെ അല്ലു അർജുൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെയാണ് ആ വീഡിയോയിലുള്ളത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ പോയി ആ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ടാറ്റാ, ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ പോകുന്നത് കടൽക്കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിലെ നമ്മുടെ മമ്മൂക്കയുടെ പ്ലാങ്കമൺ എന്ന സ്ഥലവും ഒപ്പം നമ്മുടെ സ്വന്തം തിലകൻ ചേട്ടൻ്റെ വീടും അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളുമാണ്.